എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ എന്ന് പറയുന്ന കവിതയെ അനുസ്മരിപ്പിക്കും വിധമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ മുഴുവൻ കാണുന്നത് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ധ്യാനമാണ്. ആ ധ്യാനവുമായി ബന്ധപ്പെട്ട് എതിർക്കുന്നവർ എല്ലാവരും പലതരത്തിലാണ് അതിനെ ട്രോളുന്നത്, പലതരം കമൻറ്റുകളിലൂടെ, ചിത്രങ്ങളിലൂടെ ഒക്കെ. എന്തിന്, മുൻ സുപ്രീം കോടതി ജഡ്ജി മർക്കണ്ഡേയ ഗഡ്ജു വരെ ഈ സംഭവത്തെ ട്രോളിക്കൊണ്ട് നിരവധിയായ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം, ഇഷ്ടപ്രകാരം ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ, ആ പ്രക്രിയയുടെ പർപ്പസിനെ ട്രോളാനൊന്നും ഞാനില്ല. ഈ പറഞ്ഞതുപോലെ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പ്രാർത്ഥനയൊക്കെ. അതിന് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ക്യാമറയുമായി പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. യഥാ പ്രജ തഥാ രാജ എന്ന് പറയുന്നതും യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നതും പരസ്പര പൂരകങ്ങളായ സംഗതികളാണ്. പ്രജകളെങ്ങനെയാണോ അങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് രാജാവായി കിട്ടുക, രാജാവ് എങ്ങനെയാണോ അതുപോലെ പ്രജകളുമായി തീരുമെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഒരു പാരസ്പരികതയുള്ളത്. കാരണം ഇപ്പോൾ ഹറമിൽ ഹജ്ജ് ചെയ്യാൻ പോകുന്നവരും സെൽഫിയാണ്, വീഡിയോ ആണ്, പള്ളിയിൽ പോകുന്നവരും വീഡിയോയും ഫോട്ടോയുമാണ്, പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതും വീഡിയോയും ഫോട്ടോവുമാണ്, ഖബറടക്കുന്നതും വീഡിയോയും ഫോട്ടോയുമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവും 4 ക്യാമറയുമായി പോയി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ട്രോളുന്നതിൽ വലിയ മീനിങ് ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷേ അതിലൊരു കാര്യമുള്ളത്, ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ധ്യാനിക്കുന്ന വ്യക്തിയിൽ ഒരു ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ ദൃശ്യവൽകൃത ഭാവത്തിൽ അത് അനുഭവിക്കണം എന്നുണ്ട്. അതൊരു വളരെ ശരിയായ കാര്യമാണ്. നമ്മളിപ്പം മാല മോഷ്ടിച്ചതിന് ഒരാളിനെ അറസ്റ്റ് ചെയ്തു, അവിടെ ഒരു തുപ്പിയും താടിയും വെച്ച, ദീക്ഷയും വെച്ച ഒരാളിനെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ എടാ എവനീ പണി ചെയ്യാൻ കൊള്ളാവോ എന്ന് എല്ലാവരും ചോദിക്കും. ഏതെങ്കിലും ഒരു സ്വാമിയെയാണ് ഏതെങ്കിലും ഒരു പീഡനത്തിനോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിനോ അറസ്റ്റ് ചെയ്യുമ്പോൾ യവനെന്ത് മര്യാദയാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നത് അവരെ ടാർഗറ്റ് ചെയ്ത് ഇകഴ്ത്താനല്ല, അവരായിരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്വയം പ്രചരിപ്പിക്കുന്ന ആ പ്രക്രിയയോട് എത്രത്തോളം അവർ നീതി പുലർത്തുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഇതിന് മുമ്പും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിലും മെഡിറ്റേഷൻ പുള്ളി നടത്തി. ആ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഈ ഇലക്ഷനിലേക്ക് വന്നപ്പോൾ താനൊരു ജൈവിക സൃഷ്ടിയല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗിക്കലാണെന്ന ദ്വന്ദ്വാർത്ഥം വരുന്ന സംഗതിയിൽ അദ്ദേഹം പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് സ്നേഹത്തിൻ്റെ വാക്കുകളാണ്, വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകളല്ല. അസത്യങ്ങൾ പറയാൻ പാടില്ല, നുണകൾ പറയാൻ പാടില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു അപവാദമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദൈവവിശ്വാസവും ഇത്തരം സംഗതികളും എന്നുള്ളത്. അതിൻ്റെ ഡേറ്റ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ചിലപ്പോൾ അവർ ചെയ്യുക ഒരു കുസൃതി ചിരിയോടെ അദ്ദേഹമൊക്കെ ഇങ്ങനെ എന്ന് പറയുക മാത്രമേ ചെയ്യാൻ തരവുള്ളൂ. 242 തവണയാണ് ഈ ഹേറ്റ് സ്പീച്ച് നടത്തിയത് എന്ന് പറഞ്ഞ് ആ ഇൻസിഡൻറ്റിൻ്റെ ഒരു പട്ടിക തന്നെ കോൺഗ്രസ് ഉണ്ടാക്കി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ സ്ഥലത്തും പ്രസംഗിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ സംഗതികൾ വെച്ചാണ് ആ 250 തവണ അദ്ദേഹം ഇങ്ങനെ ഹേറ്റ് സ്പീച്ച് നടത്തി എന്ന് പറയുന്നത്. അതിൽ അസത്യങ്ങളും ഒരുപാട് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ഈ പറയുന്ന 1982 സിനിമയിലൂടെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച തമാശകൾ പോലും ഉണ്ടായി. യഥാർത്ഥത്തിൽ ആ സിനിമ എടുക്കപ്പെട്ടത് തന്നെ അതിന് വർഷങ്ങൾക്ക് മുമ്പേ ലോകം മുഴുവൻ അറിഞ്ഞും ആദരിച്ചും നിന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ പോലും എടുത്തത്. പക്ഷേ പുള്ളി അതിൻ്റെ എൻഡ് ഭാഗമാണ് എടുത്തതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഓരോ സംഗതിയും. അധികമൊന്നും മിണ്ടാത്ത മുൻ പ്രധാനമന്ത്രി പോലും ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തരം താഴ്ത്തുന്നത് ആദ്യമാണ് എന്ന തരത്തിലാണ് മൻമോഹൻ സിംഗ് പോലും കൃത്യമായി എഴുതിയ ഒരു പ്രതികരണത്തിലൂടെ ലോകത്തോട് പറഞ്ഞത്. അതാണതിൻ്റെ വാസ്തവം. ധ്രുവ് റെഡ്ഡി ആകട്ടെ അതിനെ സംബന്ധിച്ച്, ഈ അവകാശവാദങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോ തന്നെ പുറത്തുവിടുകയുണ്ടായി. ഈ പറയുന്ന യോഗയുടെ കാര്യത്തിലും അതുപോലെയുള്ള കാര്യത്തിലുമൊക്കെ നരേന്ദ്രമോദിജി വന്നതിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായത്, ഗാന്ധിജിയെ അറിയുന്നതും അതുപോലെയാണെന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഗതികളെയൊക്കെ വർഷങ്ങളും സംഭവങ്ങളുമൊക്കെ വെച്ച് ജവഹർലാൽ നെഹ്റു ശീർഷാസനം നടത്തുന്നതും കനേഡിയൻ പ്രധാനമന്ത്രിയും സഹോദരനും 80കളിൽ
വിവിധ തരത്തിലുള്ള ആസനങ്ങൾ ചെയ്യുന്ന ഫോട്ടോയും ഒക്കെ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം, ഈ ധ്യാനത്തിലായിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു ട്വീറ്റ് പുറത്തു വന്നു. ആ ട്വീറ്റിൽ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുണ്ടായിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ട്വീറ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ ചിലരൊക്കെ കമൻ്റായി എഴുതി, ധ്യാനത്തിന് ഗുണമുണ്ട്, അദ്ദേഹം മണിപ്പൂർ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പറയാതിരുന്ന മണിപ്പൂരിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തമാശയുണ്ട്. പക്ഷേ അതിനടിയിൽ ധ്രുവറെഡ്ഡി ഒരു കമൻ്റ് എഴുതി വന്നു. ആ കമൻ്റ് വേറൊന്നുമല്ല, അങ്ങ് ധ്യാനത്തിലാണോ ശ്രദ്ധിക്കുന്നത് അതല്ല ട്വിറ്ററിലാണോ എന്ന്. ഈ ട്വിറ്ററിൽ പോസ്റ്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹം ചെയ്യുന്നതല്ല, ഒരു ടീം ചെയ്യുന്നതാണ്. പക്ഷേ അദ്ദേഹം ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ട്വിറ്റർ പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അവർക്ക് കാണിച്ച ഒരു ശുദ്ധമായ അനൗചിത്യമാണ്. നമ്മളെല്ലാവരും പലരെ കൊണ്ടാണ് എഴുതിക്കുന്നതെങ്കിലും ആ എഴുതുന്ന ആരുടെ പേരിലാണോ അയാളുടെ അഭിപ്രായമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ മെഡിറ്റേഷനിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം പറയും? അദ്ദേഹം ചിന്തിക്കുന്നത് മണിപ്പൂരിനെക്കുറിച്ചും ഈ പറയുന്ന അവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുമാണോ അതോ മെഡിറ്റേഷനെക്കുറിച്ചാണോ എന്നാണ് ചോദ്യം. ചുരുക്കത്തിൽ അദ്ദേഹം ഇതൊരു എൻ്റയർ സ്പേസ് കീഴടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നെങ്കിൽ അതിൽ അദ്ദേഹം വിജയിച്ചു. ഈ 2-3 ദിവസമായി നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ധ്യാനമാണ്. ഇനി അതിൻ്റെ മൂല്യവത്തായത്തിലേക്കാണ് അദ്ദേഹം കടന്നു പോയതെങ്കിൽ ഇതൊക്കെ കൊടിയ അനൗചിത്യങ്ങളാണ് എന്ന് മാത്രം പറയട്ടെ.